നമുക്കിന്നൊരു ഹിൽ സ്റ്റേഷനിലേക്ക് പോയാലോ. ഹിൽ സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിലോടി ഒരു ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും അല്ലേ. ഇത് അതൊന്നുമല്ല, വലിയൊരു ടൗണിനകത്തുള്ളൊരു ഹിൽ സ്റ്റേഷൻ. നമ്മളെ മലപ്പുറം ടൗണിനടുത്ത് ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, കോട്ടക്കുന്ന്. കോട്ടക്കുന്ന് പാർക്ക് എന്നാണ് പൊതുവെ അതിന് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ചില വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. താഴെ നിന്ന് നമ്മൾ വളരെ ഉയരത്തിലുള്ളൊരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലെത്താൻ വേണ്ടിയിട്ട്. 915 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഗാർഡന് കാണാൻ പറ്റാം. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അങ്ങനെ നടന്നിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ പൂന്തോട്ടം ചുറ്റിക്കഴിഞ്ഞ് നമ്മൾ എത്തുന്നൊരു മിറാക്കിൾ ഗാർഡനിലേക്കാണ്. ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറിക്കഴിഞ്ഞാലുള്ള കുറച്ച് കാഴ്ചകളായത്. മിറാക്കിൾ ഗാർഡനിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നൊരു കാഴ്ചകളായിരിക്കും ഉണ്ടാവും. പൂന്തോട്ടങ്ങളും ഉണ്ട് അതിൽ. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം എല്ലാം വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു റിഫ്രഷ്മെൻറ്റ് പാർക്കും കൂടിയാണിത്. നേരത്തെ പറഞ്ഞ മിറാക്കിൾ ഗാർഡനിൽ കയറിക്കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന കുറച്ച് കാഴ്ചകൾ. അതുകൂടാണ്ട് നമ്മളെ ഗൾഫ് മരുഭൂമിയിലെ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. മരുഭൂമിയിൽ ഒട്ടകത്തിനെ മേയ്ക്കുന്നവർ നിൽക്കുന്നൊരു സ്ഥലമുണ്ടല്ലോ. പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ കോട്ടക്കുന്ന്, ഇപ്പോഴത്തെ ഈ കോട്ടക്കുന്ന് പാർക്ക് എന്ന് പറയുന്നത്. അതായത് കാലിക്കറ്റ് ഭരണാധികാരിൻ്റെ ഒരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സായിട്ടാണ് ഈ കോട്ടക്കുന്ന് പാർക്ക് മുമ്പ് അറിയപ്പെട്ടിട്ടുണ്ടായത്. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഭരണകാലത്ത് അത് അവരെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ 1921 മലബാറിലുണ്ടായ സമയത്ത് ഇതിനെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച മലബാർ സ്പെഷ്യൽ പോലീസ് യൂണിയനും രൂപീകരിച്ചിട്ടുണ്ടായത്. അങ്ങനെ ചരിത്രപരമായും ചില കാര്യങ്ങൾ കോട്ടക്കുന്ന് പാർക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പൂന്തോട്ടങ്ങളിലാക്കിയിട്ട് ഒരു പാർക്ക് പോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് എല്ലാം നടന്നിട്ട് അങ്ങനെ പോകാമല്ലേ. പൂന്തോട്ടങ്ങളെല്ലാം നന്നായിട്ടുണ്ട് സെറ്റ് ചെയ്ത്. ചുറ്റിലും നല്ല രണ്ട് സൈഡിലും ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ബ്രിട്ടീഷുകാരുടെ മലബാറിലെ അവസാനത്തെ ഒരു മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ കോട്ടക്കുന്ന് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ പ്രകൃതിക്ക് പ്രത്യേക സൗന്ദര്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പ്രകൃതിൻ്റെ അതൊരു സൗന്ദര്യമുണ്ട്, പല മനുഷ്യന്മാരുണ്ടാക്കി വെച്ചൊരു അതിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. ആ രണ്ടും ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതര സൗന്ദര്യം. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഡോക്യുമെൻസിലും പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ മിലിറ്ററി ബേസിലെ ഒരു മനോഹരമായൊരു മിലിറ്ററി ക്യാമ്പാണ് മലപ്പുറത്ത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പൂന്തോട്ടത്തിന് പുറമെ ആർട്ട് ഗാലറികൾ ഉണ്ട്. അതുകൂടാണ്ട് അവിടെ എവിടെയായിട്ട് സ്റ്റാച്യൂസ് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ എത്തിച്ചേർന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നൊരു ഏരിയയിലേക്കാണ്. നമ്മുടെ പഴയ കാലത്തെ ഒരു ഗ്രാമപ്രദേശമില്ലേ, ആ ഒരു മോഡലാണ് അവരോട് ഈ ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ടൗണിലുള്ള ഹിൽ സ്റ്റേഷൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ മലപ്പുറം ടൗണിലെത്തിയാൽ തന്നെ മലപ്പുറം ടൗണിൽ നിന്ന് ആകെ ഒരു 100 മീറ്റർ വരാനുള്ളൂ. അപ്പോൾ ടൗണിലെത്തിയാൽ തന്നെ നമുക്ക് ഇവിടത്തേക്ക് എത്താൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, ഇത് നമ്മളെ പഴയ വായനശാലൻ്റെ ഒരു മാതൃകയാണ്. ഓലമനൊരു കെട്ടിടവും പിന്നെ ഒരു പഴയ ഒരു ചെയർലൈറ്റ്. അതുപോലെ പഴയ കാലത്തെ ഒരു പീടിക ഒക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഇതുപോലുള്ള കുറച്ച് നൊസ്റ്റാൾജിക് ഏരിയയിലോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ നടന്നു പോകാൻ പറ്റും. നമുക്ക് ഒരുപക്ഷെ നമ്മൾ കുറേ വർഷം പിറകോട്ട് നടന്ന പോലെ തോന്നും. അതായത് പഴയ കാലത്തെ പീടിക മുറി.
പഴയകാലത്തെ കിണറും ഒരു വീടും. അങ്ങനെ ആ നൊസ്റ്റാൾജിയയിലൂടെ ആ തെരുവീതിയിലൂടെ ഇങ്ങനെ നടന്ന് നമ്മളങ്ങനെ പോന്നു. അതിനുശേഷം നമ്മൾ സാധാ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്ന് പോവുക ചെയ്യുക. ഇരിക്കണമെങ്കിൽ ഒന്ന് വിശ്രമിക്കണമെങ്കിൽ ഒന്ന് വിശ്രമിക്കുക. ചുറ്റിലും മരങ്ങളും ചെടികളെല്ലാം ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളതെല്ലാം ചുറ്റിക്കണ്ട് അപ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോരുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ആ സ്റ്റെപ്പ് വഴി തന്നെ താഴേക്ക് ഇറങ്ങി അങ്ങനെ പോരുമെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കോട്ടക്കുന്ന് പാർക്കിലെ പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകൾ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു പുതിയ ഏരിയയിലെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സീ യു.